ഹലോ എവരിവൺ. ഇന്ന് സേമിയയും റവയും വെച്ചുള്ള ഒരു ഉപ്മാവ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് അര കപ്പ് സേമിയയും 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. സേമിയ വറക്കാത്തതായ കാരണം ആദ്യം തന്നെ ഒരല്പം നെയ്യ് ഒഴിച്ച് സേമിയ ഒന്ന് വറുത്തെടുക്കാം. റവ ഓൾറെഡി വറുത്ത റവയാണ് ഇവിടെ വാങ്ങിച്ചത്. അപ്പോൾ റവ വറുക്കേണ്ട ആവശ്യമില്ല. പാൻ ചൂടായി ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി സേമിയ നന്നായി ഒന്ന് വറുത്തെടുക്കാം. സേമിയ ഇവിടെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 3 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്മാവിന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. സേമിയ ഇനി ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. സേമിയ ഇപ്പോൾ ഏകദേശം പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് റവയാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് ഒരു പൊട്ടറ്റോ വേവിച്ചെടുത്തതാണ്. ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതാണ്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സേമിയ റവ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.